കൊച്ചി കടവന്ത്ര സ്വദേശി സുഭദ്രയെ കൊന്നത് അതിക്രൂരമായിട്ടാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിന് 2 ഭാഗത്തെയും വാരിയലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. കഴുത്തും കൈയും ഒടിഞ്ഞിട്ടുണ്ട്. കൈ ഒടിച്ചത് കൊലപാതക ശേഷമാണെന്നാണ് നിഗമനം. സുഭദ്രയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് 4 മണിക്ക് അല്പസമയത്തിനകം രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. അല്ലമീൻ വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ സുഭദ്രയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കൊലപാതകം അതിക്രൂരമായിട്ടാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, 1:30 സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയത്. അതിനുശേഷമുള്ള പ്രാഥമിക റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതിൽ പറയുന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു അതിക്രമത്തിന് സുഭദ്ര ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ മരണകാരണമോ എങ്ങനെ കൊന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയേ പുറത്തു വരികയുള്ളൂ. പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമായിരിക്കും ഉണ്ടാവുക. പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിന്റെ 2 ഭാഗത്തുള്ള വാരിയലുകളും പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു, ഒടിഞ്ഞ നിലയിലായിരുന്നു, പൊട്ടിപ്പോയ നിലയിലായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം കൈയും കഴുത്തും ഒഴിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഉള്ളതെന്ന് കൂടി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം ഇടതു കൈ വലിച്ചു പിന്നിലേക്ക്, ഇടത് കൈ ഒടിച്ചതിന് ശേഷം പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിൽ, ഇന്നലെ നമ്മൾ മൃതദേഹം കാണുമ്പോഴും ഒരു കൈ മടങ്ങി പിന്നിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന നിലയിലായിരുന്നു. നമ്മൾ സംശയിച്ചത് ഈ മൃതദേഹം ആ കുഴിയിൽ കിടക്കുമ്പോൾ തന്നെ ഒരു വശത്തേക്ക് ചരിഞ്ഞായിരുന്നു കിടന്നത്. ആ രീതിയിൽ എങ്ങാനും കൈ മടങ്ങി വന്നതായിരിക്കാം എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഇടത് കൈ ഒടിച്ചതിന് ശേഷം പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു എന്നുള്ളതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു പക്ഷേ കൊലപാതകത്തിന് ശേഷമായിരിക്കാം കൈ അങ്ങനെ ഒടിച്ചത് എന്നുള്ളൊരു നിഗമനം കൂടി ഡോക്ടർമാരും പോലീസും പുലർത്തുന്നുണ്ട്. ഏതായാലും ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഏതായാലും അതിക്രൂരമായിട്ടുള്ള ഒരു അതിക്രമത്തിന് സുഭദ്ര മരണത്തിന് മുമ്പ് ഇരയായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഇന്നലേക്ക് നമ്മൾ സംശയിച്ചിരുന്നത് ഈ മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമാണോ, അല്ലെങ്കിൽ കൊന്നതിന് ശേഷം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിത നീക്കമായിരുന്നു. ഇനി അതല്ല, ഈ പറയുന്ന ഷർമിളയും മാത്യൂസും നിരന്തരം മദ്യപിക്കുന്നവരും വീട്ടിൽ ബഹളമുണ്ടാക്കുന്നവരും ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ബഹളത്തിനിടയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സുഭദ്ര ഇടപെടുകയോ ആ സമയത്തുള്ള ഒരു കയ്യാങ്കളിയിൽ പറ്റിയ അബദ്ധം സംഭവിച്ച് സുഭദ്ര കൊല്ലപ്പെട്ടതാണോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനങ്ങളും വിലയിരുത്തലുകളും കാണുമ്പോൾ അതൊരു കയ്യബദ്ധം പറ്റിയതല്ല എന്നുള്ളത് വ്യക്തമാണ്. ശരീരത്തിന്റെ 2 ഭാഗത്തെയും വാരിയലുകൾ പൂർണ്ണമായും ഒടിയണമെങ്കിൽ ആ രീതിയിൽ ശരീരത്തെ മർദ്ദനമേൽക്കുകയോ അക്രമം ഏൽക്കുകയോ ചെയ്തിട്ടുണ്ടാവണം. കഴുത്തും കൈയും ഒടിയണമെങ്കിൽ സ്വാഭാവികമായും ആ രീതിയിലുള്ള ഒരു ബലപ്രയോഗം ശരീരത്തിൽ ഉണ്ടായിരുന്നിരിക്കണം, സുഭദ്ര നേരിട്ടുണ്ടായിരിക്കണം. കൈ ഈ പിടിച്ചൊടിച്ച് പിന്നിലേക്ക് തിരിച്ചു വെച്ച രീതിയിലാണെങ്കിൽ സ്വാഭാവികമായും അതും ഒരു കയ്യബദ്ധം കൊണ്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കില്ല. തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയായിരിക്കണം സുഭദ്രയ്ക്കുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഏതായാലും നാളെയോ മറ്റന്നാളോ പോസ്റ്റ്മോർട്ടത്തിന് വിശദമായ റിപ്പോർട്ട് അത് പോലീസിന് കൈമാറും. ഒരുപക്ഷെ എന്താണ് മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത അന്നേരം ലഭിക്കുകയും ചെയ്യും. സ്മൃതി, ഏതായാലും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.